അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്നത്തെ രാവിന് ഒരു പ്രത്യേകതയുണ്ട്. റജബ് മാസത്തിൻ്റെ ഒന്നാമത്തെ രാവാണ്. ഈ രാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞ 5 രാത്രികളിലുള്ള ദുആയാണ്. മാലം യദ്ഉ ബിൽ ഇസ്മി, അവൻ തെറ്റുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും, വഖതിഅത്ത് റഹിമി, കുടുംബബന്ധം മുറിച്ചിട്ടില്ലെങ്കിലും ഇവനക്ക് അള്ളാഹുവിൽ നിന്ന് കബൂലിയത്തുണ്ട്. ഇതിനെക്കുറിച്ച് മഹാനായ തഅവ ഉസ്താദ് പാടി: ഒരു 5 രാത്രികൾ ഏറ്റവും ഏടുള്ളതാ, അന്നുള്ള പ്രാർത്ഥന റബ്ബുന തട്ടാത്തതാ. ആദ്യത്തെ രാവ റജബ് മാസമിലൊന്ന്, ശഅബാന്റെ നിസ്ഫിലെ രാത്രിയ മറ്റൊന്ന്. ജുമുഅയുടെ രാവും 2 പെരുന്നാൾ രാവും എന്നിങ്ങനെ വെളിവാക്കിയത് തിരുനാവും. അതാണ് പറഞ്ഞത്. റജബ് മാസത്തിലെ ഒന്നാമത്തെ രാവാണ് ഇതിൽ ആദ്യമായി എണ്ണിയത്. റജബ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആദരിച്ചതാണ്. റമളാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത് ഉമ്മത്തിന്റെ മാസമാണ്. റജബുൻ ശഹറുല്ലാഹ്, റജബ് അള്ളാഹുവിന്റെ മാസം. വശഅബാനു ശഹരി, ശഅബാൻ എന്റെ മാസം. ഹബീബായ നബി തങ്ങൾ പറയാണ്: വറമളാനു ശഹ്റു ഉമ്മത്തി, റമളാൻ ഉമ്മത്തിന്റെ മാസമാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. റജബ് മാസത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരത്തിന്റെ വാർഷികം കണക്കാക്കി നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ റജബിന്റെ 27 രാവിൽ 7 ആകാശങ്ങൾക്കപ്പുറത്തേക്ക് യാത്ര തിരിച്ചു. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിൽ നിന്ന് 5 വക്ത് നിസ്കാരം സമ്മാനമായി തിരിച്ചു വന്നത് ഈ റജബ് മാസത്തിലാണ്. മാത്രമല്ല, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുത്ഫത്തുൽ മുഖദ്ദസ, അവിടുത്തെ ആ ഒരു ഹബീബിന്റെ ജന്മത്തിന് കാരണമായ ബീജം മഹാനായ അബ്ദുള്ള റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യയായ പത്നിയായ ആമിന ബീവിയിലേക്ക് നിക്ഷേപിച്ചത് ഈ റജബിന്റെ ആദ്യ രാത്രിയിലാണ് എന്ന് ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് അഷ്റഫുൽ ഖൽഖ്, ലോകം പടക്കാൻ കാരണഭൂതനായ അഷ്റഫുൽ ഖൽഖിന്റെ ജന്മത്തിന്റെ തുടക്കം കുറിച്ച ആ പവിത്രമാക്കപ്പെട്ട രാവിലാണ് നമ്മളുള്ളത്. ഈ മാസം വളരെ പുണ്യമാണ്. റജബ് എന്ന് പറഞ്ഞാൽ റമളാനിലേക്ക് ഇറങ്ങുന്നതിന്റെ മുമ്പ് വിത്ത് ഇറക്കിയിട്ട് കൃഷി ഇറക്കേണ്ട സമയമാണ്. ശഅബാനോ ആ വിത്ത് നട്ടതിനു ശേഷം നനച്ചു കൊടുക്കേണ്ട മാസം. റമളാനോ ആ വിത്ത് വളർന്ന് വലുതായിട്ട് അത് കൊയ്തെടുക്കേണ്ട മാസമാണ് റമളാൻ. അതുകൊണ്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ക്ലിയർ ചെയ്യണം. ഒരുക്കം നമ്മൾ നടത്തേണ്ടതുണ്ട്. റമളാനിലേക്കുള്ള ഒരു ഒരുക്കത്തിന്റെ സ്വാഗതം അരുളിയിട്ട് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ, ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ട്. ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്: അല്ലാഹുവേ, റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം, റമളാൻ ഞങ്ങളിലേക്ക് എത്തിക്കണമെന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥനയ്ക്ക് ഹബീബ് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. റജബുൻ കരീഹി വശഅബാനു കസ്സഹാബ്, റജബ് എന്ന് പറഞ്ഞാൽ അതൊരു കാറ്റ് പോലെയാണ്. വശഅബാനു കസ്സഹാബി, ശഅബാൻ എന്ന് പറഞ്ഞാൽ അത് മേഘം പോലെയാണ്. റമളാൻ കൽമതുരി, റമളാൻ മഴ പോലെയാണ്. മഴ വരുന്നതിന്റെ മുമ്പ് കാറ്റുണ്ടാകും, അതുപോലെ മേഘമുണ്ടാകും. ഈ മേഘവും കാറ്റുമില്ലാതെ മഴ മാത്രമുണ്ടാകുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള കാറ്റടിക്കണം. അത് ആദ്യം ആ കാറ്റാണ് റജബ്. അതിലേക്കുള്ള മേഘം വരുത്തണം. ആ മേഘമാണ് ശഅബാൻ. അപ്പോഴാണ് മഴയാകുന്ന റഹ്മത്ത് നമ്മിലേക്ക് അള്ളാഹു നൽകുന്നത്. റജബുൻ യുതഹിറുൽ ബദന, റജബ് എന്ന് പറഞ്ഞാൽ ശരീരത്തെ ശുദ്ധീകരിക്കുന്നു. വശഅബാൻ യുതഹിറുൽ ഖൽബ, ശഅബാൻ എന്ന് പറഞ്ഞാൽ ഖൽബിനെ ശുദ്ധീകരിക്കുന്നു. റമളാനു യുതഹിറുർ റൂഹ, റമളാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ 3 ശുദ്ധീകരണം കിട്ടുമ്പോഴാണ് എല്ലിയിലേക്ക് അവൻ എത്തിപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.